എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ജയറാമേട്ടാ? ദൈവമേ, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സന്ദേശം എന്ന സിനിമയിലെ ജയറാമേട്ടന്റെ ശ്രീനിവാസൻ സാറിന്റെ അനിയനാണ് ഈ ഇരിക്കുന്നത്. അയ്യോ. ഒരു സർപ്രൈസ്. യെസ്, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ജയറാമേട്ടാ? ഒന്ന് കാര്യമായിട്ട് നോക്കിയേ. ഞാനൊരു ക്ലൂ പറയാം കേട്ടോ. ക്ലൂ കൊടുക്കുന്നില്ല. ക്ലൂ കൊടുക്കണ്ട, അല്ലാതെ തന്നെ പറയും. ആണോ? പറഞ്ഞേ. അയ്യോ, പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് അടുത്ത് വന്നൊന്ന് കാണണോ? ഞാനൊരു ക്ലൂ കൊടുക്കാം. ആ, ഫോർട്ട് ചർച്ച്. ഫോർട്ട് ചർച്ച്. ഈ സാധനം കൂടെ കാണിച്ചു തരാം. ആ, ദൈവമേ, അയ്യോ, എന്തായിരുന്നു എനിക്ക് കൊടിയാണോ? ഒരു കൊടിയാണല്ലോ. Sorry കേട്ടോ, ഞാൻ എന്തെങ്കിലും ഇനി സ്ക്രീനിലോട്ട് കാണിച്ചു തരാം ജയറാമേട്ടന്. ദൈവമേ, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്റെ പൊന്നെ അനിയനാണ്. സന്ദേശം എന്ന സിനിമയിലെ ജയറാമേട്ടന്റെ ശ്രീനിവാസൻ സാറിന്റെ അനിയനാണ് ഈ ഇരിക്കുന്നത്. അയ്യോ, എത്ര കാലം കഴിഞ്ഞത് കണ്ടിട്ടില്ല. അതിപ്പോ ആ ഷൂട്ടിംഗ് കഴിഞ്ഞ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടോ? ഉമ്മൻചാണ്ടി സാറിന്റെ പ്രാർത്ഥനയ്ക്ക് കണ്ടു. ശരിയാണ് ശരിയാണ് അതാ ശരിയാണ്. ഞാൻ പറഞ്ഞത്, ചിലപ്പം ഐഡന്റിഫൈ ആ, ചെയ്യും. ശരി ശരി. ഫോർട്ട് ചർച്ച് എന്താണെന്നറിയോ? കോട്ടപ്പള്ളി. അല്ല, എന്തൊരു പടമാണല്ലേ അനിയനായിട്ട് അഭിനയിച്ചിട്ട്. ഓ മൈ ഗോഡ്. പടം തീരുന്നത് ആ കഥാപാത്രത്തിലല്ലേ? ആണ്. ആ കൊടി ഒടിച്ച് കളഞ്ഞിട്ടല്ലേ ഞാനും. അല്ല, അനിയൻ ഞാനും ശ്രീനിവാസനും ഞാനും നന്നായി. ശ്രീനിവാസൻ ഒരു കോടതിയിലേക്ക് ഒരു കേസ് വാദിക്കാൻ പോകുന്നു. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഇന്റർവ്യൂ ഉണ്ട് അച്ഛാ, ഇന്നെങ്കിലും എനിക്കത് തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു. ആ ഇറങ്ങുന്ന സമയത്താണ് അവിടെ നിന്ന് കൊടി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ യാതൊരു കാരണമില്ലാതെ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ ഞങ്ങള് കുറച്ചുപേര് ചേർന്ന് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊരു കൊടി വേണമല്ലോ. നാളെ മുതൽ ഞങ്ങൾ സമരം തുടങ്ങാൻ പോവാ. അതെയാ? രണ്ടുപേരും പിടിച്ചിട്ട് ആ കൊടി ഒടിച്ചെറിയുമ്പോഴാണ് പടം തീരുന്നത്. സന്ദേശം. പക്ഷേ എന്താ പറയാ, കൊടി പിടിച്ച് എറിഞ്ഞോണ്ടൊരു ഗുണം ഉണ്ടായി. ആളിപ്പോ യഥാർത്ഥ ജീവിതത്തിൽ ഡോക്ടറാണ്. റിയലി? Yes. Congrats. Yes, doctor. Super. Congrats, doctor. Practice in Calicut or? ഞാൻ 14 വർഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. Okay. ഇപ്പൊ ഞാൻ സ്വന്തം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു വടുതലയിലാണ്. Okay, doctor. ഇവരുമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കാരണം ശ്രീനിവാസൻ സാർ, ജയറാമേട്ടൻ, തിലകൻ സാർ, അങ്ങനെ ഒരു വലിയ സെറ്റ് ആയിരുന്നു സന്ദേശത്തിന്റെ. എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? ഞാനൊരു 10ാം ക്ലാസ്സുകാരനായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ജയറാമേട്ടനാണ് എന്നെ മുണ്ടെടുക്കാൻ പഠിപ്പിച്ചത്. അത് നമ്മുടെ, എനിക്ക് തോന്നുന്നത് വെള്ളാനകളുടെ നാടും ഷൂട്ട് ചെയ്തിരുന്ന അതേ വീട് തന്നെയാണ്. അതേ വീട്. വെള്ളയിൽ എന്ന് പറഞ്ഞ സ്ഥലം, കോഴിക്കോട്. ബ്രിഡ്ജിന്റെ തൊട്ടുപുറത്ത്. എങ്ങനെയായിരുന്നു ജയറാമേട്ടൻ സെറ്റിൽ? ജയറാമേട്ടന്റെ സീൻസ് ഒക്കെ ഞാൻ പോയി ഇങ്ങനെ കാണുമായിരുന്നു. എപ്പോഴും ഭയങ്കര രസമായിരുന്നു. അപ്പം ഓരോ സമയത്തും ഓരോ ഡയലോഗ് കൊടുക്കുന്നു. എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും വലിയ സ്റ്റാർസ് ആണല്ലോ. അപ്പൊ അതിങ്ങനെ കണ്ടിരിക്കുന്ന തന്നെ വലിയൊരു കൗതുകമായിരുന്നു. മമ്മൂക്കോയ സാറ് കുറച്ച് നേരം മാത്രം, ഇന്നസെന്റ് സാർ അതിനകത്തുണ്ട്. അപ്പൊ അതേ സമയത്ത് തന്നെ ആയിരുന്നു. മമ്മൂക്കയൊക്കെ എന്റെ കൂടെയാണ്, KRP യുടെ കൂടെ.